ഫ്രണ്ട്സ് നമസ്കാരം. ഇത് കല്ലടിക്കോട്, കരിമ്പ കല്ലടിക്കോട്. കല്ലടിക്കോട് കനാലിൽ നിന്നും 3 ഏക്കർ കനാൽ വഴി 3 ഏക്കറിലോട്ട് പോകുന്ന ഒരു റോഡാണ്. കല്ലടിക്കോടൻ മലയടിവാരത്തോട് ചേർന്ന് ഉള്ളൊരു റോഡാണിത്. ഇതിൽ പോയി കഴിഞ്ഞാൽ മീൻവല്ലത്തേക്ക് പോകാൻ എളുപ്പമാണ്. നേരെ മരുതങ്കാട് മീൻവല്ലം റോഡിലേക്ക് ടച്ച് ചെയ്യുകയും അവിടെ നിന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മീൻവല്ലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടോക്കൺ ഫെസിലിറ്റി ഉള്ള ചെക്ക് പോസ്റ്റിലേക്ക് എത്തും. അപ്പോൾ നല്ല സൈറ്റായിട്ടുള്ള ഒരു വഴിയാണ്. കുറച്ച് ഭാഗം കുറച്ച് കട്ടർ കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. അതൊഴിച്ച് കഴിഞ്ഞാൽ പൊതുവിൽ വളരെ നന്നായിട്ടുള്ളൊരു വഴിയാണിത്. ഇത് കല്ലടിക്കോട് ദീപ ജംഗ്ഷൻ്റെ അവിടെ നിന്നുള്ള കനാൽ വഴിയാണ് പോവുക. പിന്നീട് കുറച്ചുകൂടി ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു കല്ലന്തോടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോടുണ്ട്. നല്ല അത്യാവശ്യം എപ്പോഴും നല്ല വെള്ളമുള്ള ഒരു തോടാണ്. നല്ല ശുദ്ധജലം ഒഴുകുന്ന ഒരു തോടാണത്. അത് മലയിൽ നിന്നും നേരിട്ട് വന്ന് പുഴയിലേക്ക് പതിക്കുന്നു എന്നുള്ളതാണ്. തുപ്പനാട് പുഴയിലേക്ക് പതിക്കുന്നു ആ ജലാശയം. അപ്പോൾ നമുക്കത് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. സൈഡിലാണത്. പിന്നീട് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് കല്ലന്തോടെന്ന് പറയണത്. ഈ സൈഡിലൂടെ ഉള്ള തോടാണ്. ഈ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഒരു പരന്ന നല്ലൊരു തോടാണ്. ഓക്കെ, അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ മീൻവലത്തേക്ക് എത്താം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അങ്ങനെ കല്ലടിക്കോടിൻ്റെ കരിമ്പയിലെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ മേഖല. അതുമാത്രമല്ല, കല്ലടിക്കോട് നീലി സമ്പ്രദായത്തിൽ ഉള്ള പല ആചാരപരമായ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണിത്. ഇവിടുന്ന് ഈ മല സൈഡിലൂടെയാണ് മുത്തികുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കോ അങ്ങനെ ഒക്കെ ഉള്ള പല വഴികളും ഉണ്ട് മലയിലൂടെ പോകുന്നതിന്. ഇപ്പൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അത് ഫോറസ്റ്റിൻ്റെയൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിലാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു പുഴയിലെത്തി. ഇത് ഇതാണ് തുപ്പനാട് പുഴ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഭായിമാരൊക്കെ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ പുഴ നല്ല മനോഹരമായിട്ടുള്ള മീൻവല്ലത്തിൽ നിന്നും വരുന്ന നല്ല കാണാൻ വളരെയധികം ഭംഗിയുള്ള ഈ പുഴ ഇതിൻ്റെ സൈഡിലെത്തും. മനോഹരമായ കാഴ്ചകളാണൊക്കെ തന്നെ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. ഈ വഴിയൊക്കെ കാണേണ്ടതായിട്ടുള്ള വഴികളാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.